എന്താ എന്തോ സോക്കട നിനക്ക് പോവാ. എടാ എന്തോ നാടാ അവിടെ? എടാ നിന്നോടാ ചോദിച്ചത്. ഞാൻ ഈ കർക്കിടകത്തിനെ വലിച്ചൂരി കടലിലെറിയാൻ പറ്റുമോ നോക്കുകയായിരുന്നു. നല്ല കാര്യം, ഊരിക്കള. നിന്റെയൊക്കെ തന്തമാരും എന്നെ ഊരി കുറെ ഉണ്ടാക്കി. തന്തയ്ക്ക് പറയരുത്. പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഒരു തൊഴി വെച്ചിരുന്നാൽ എങ്ങനെ ഇഷ്ടം അറിയാം? അറിയാം, ഉളുക്കും. എന്നെയും കുഴമ്പിട്ട് എന്റെ പദം വരും. തേങ്ങാ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഈ മേളിലോട്ട് കെട്ടിപ്പോക്കുന്ന എന്തിനാ? താഴെയോ ആളില്ല. എന്റെ അമ്മാവാ, സീസണായി. ഇക്കൊല്ലെങ്കിലും കുറച്ച് മദാമുമാരെ സായിപ്പുമാരെ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു കയറ്റി കൊന്ന് കൈ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം ഇക്കാലത്തെ ധർണ പോലാകും. ഒരെത്തും പിടിയും കിട്ടുകയല്ല, വേണ്ടി പോവും. എന്റെ മുമ്പോട്ടുള്ള ജീവിതം എനിക്കൊരു പ്രശ്നമല്ലടാ. അതറിയാം, ചീട്ട് കീറാനുള്ള സമയമായല്ലോ. എന്തുവാടാ പറഞ്ഞത്? അവനൊന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടടാ. കേൾക്കാനല്ല ഞാൻ പറഞ്ഞത്. വയറ് കായുമ്പോ നീ ഇങ്ങ് വരും. നിന്നെ ഞാൻ ഇന്ന് ഊട്ടിയേക്കാമടാ. വാകീറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. ഇനി എങ്ങനെ കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ വരാം ജപ്പാൻ ദൈവത്തിന്റെ അടുത്ത് ഞണ്ണാൻ. നിന്നോടാ ഞാൻ പറഞ്ഞത്. വല്ലതും കഴിച്ചു പോകാം. ഞങ്ങൾ പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം. 9:30 മിനിസ്റ്റർ കാണാനുള്ളതാ. പുറത്തുനിന്ന് വല്ലതും കഴിക്കാം അല്ലേ? ചീഫ് മിനിസ്റ്റർ വിളിക്കുകയാണെങ്കിൽ ഞാൻ പുറപ്പെട്ടുണ്ട്. സെക്രട്ടറി വെച്ച് കാണാന്ന് പറഞ്ഞേക്കോ. റൈറ്റ്. 7th ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് അപ്രൂവലിന് ശേഷം മാത്രം. എന്താടാ അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? അവന്റെ പോക്കല്ല, ആ പുറകെ പോണവരുടെ പോക്ക. ഇന്ന് അവരുടെ 200-250 രൂപ പോക്ക. അവൻ ഒരു MLA ആവും. സ്വാമിക്കൊഴന്തേ, ഈ പോലീസ് ഉദ്യോഗമൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. 5 കൊല്ലം NCCയിൽ ആഞ്ഞ് ചവിട്ടിയത് എന്റെ ദേവേട്ട. ഐ വാസ് എ സീനിയർ അണ്ടർ ഓഫീസർ. യു നോ ദാറ്റ് മാൻ. അന്നേ എന്റെ ഉദ്ദേശം അധികാരത്തിന്റെ കാക്കിത്തൊപ്പി. സബ് ഇൻസ്പെക്ടർ രാമസ്വാമി. ജീപ്പിന്റെ മുമ്പിൽ ഇടതുകാൽ വെളിയിലിട്ടുള്ള ഇരിപ്പ്. ജനം സബ് ഇൻസ്പെക്ടർ രാമസ്വാമിയെ കണ്ട് പേടിച്ചൊഴിഞ്ഞു മാറുന്നു. ഫാന്റാസ്റ്റിക്. അതിന് നിന്റെ ഈ സാവധാനം വിശ്രാമൊന്നും വേണ്ട. അടിനാവിക്ക് തൊഴിക്കാൻ അറിയണം. പട്ടി ചേർത്ത് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാൻ അറിയണം. മിനിമം ഒരു മീശയെങ്കിലും പിഴാൻ അറിയണം. നമ്മുടെ ഹെഡ് ഗോവിന്ദൻ പറയുന്ന മാതിരി ഇടിക്കുമ്പോ ഉടനെ പാടി വീഴാൻ പാടില്ല. ലാപ്പറം നോക്കി രണ്ടും പൊത്ത്. എന്റെ അമ്മയുടെ സാരി അത്. വേണിയമ്മാളിങ് എത്തിക്കഴിഞ്ഞാൽ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഈ സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ ശകുനം നിർത്തും. ഞങ്ങളുടെ ഐശ്വര്യ ഈ സാരിയെ ദേവട്ട. നിന്റെ അമ്മാളിങ് എത്തിയില്ലല്ലോ. ഇപ്പൊ ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. ഹോസ്റ്റൽ അടച്ചിട്ട് 4-5 ദിവസമായി. അവള് കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല സർക്കിളിലുള്ള സകല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി. ഇന്ന് എത്തും എന്തായാലും. എടവേ, നീ എന്നെ ഒന്ന് വൃത്തിയായിട്ട് പരിചയപ്പെടുത്തേക്കണം. പിന്നെ ഞാനൊരു പാവം നോൺ വെജിറ്റേറിയൻ ആണെന്നും രുക്മിണി എന്ന ഭാര്യയെ നഷ്ടപ്പെട്ടവരാണെന്നും രാത്രിയിൽ ഉറക്കം വരാൻ വേണ്ടി 1-2 സ്മാൾ അടിക്കുന്നവനാണെന്നും ഓക്കെ ഇതിനെല്ലാം ഉപരി ഒരു പേയിങ് ഗസ്റ്റ് ആണെന്നും ഓസല്ലാന്ന് അവളെ ധരിപ്പിച്ചിരിക്കണം. അത് വേണോ? അത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാ പോരെ? പോരാ. ഒരണ്ണൻ എന്ന നിലയിൽ എന്റെ വെയിറ്റ് കുറയണ്ടെന്ന് കരുതിയാ. അണ്ണൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ദേവൻ നായർ സിംഗപ്പൂർ ഇത്തിരി വെയിറ്റ് ഇട്ട് തന്നെ അമ്മാള് കാണണം. നോക്കിക്കോ, 2 ഡേയ്സിനുള്ളിൽ അവള് ദേവേട്ടനൊരു കക്ഷിയായി മാറും. വേണി കൃഷ്ണമൂർത്തി, BSc ഹോം സയൻസ്. ഗ്ലാസ് സമ്മതിക്കാം, പെരിസ്ട്രോയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഓട്ടോയോ എന്താ കാലത്തെന്തെങ്കിലും പോകണമെന്ന് വിചാരിച്ചോ? ആട്ടോയിലെങ്കിൽ ആട്ടി പോകുമ്പോഴത്തേക്ക് മിനിസ്റ്റർ ഊട്ടിയിലെത്തിയിരിക്കും. ഹിരോഷ നേതാവ് എങ്ങോട്ടാ രാവിലെ പരിവാരങ്ങളുമായിട്ട്? ഗോൾ അടിച്ചല്ലോ. മന്ത്രിയെ കാണുമ്പോ എന്റെ കാര്യം കൂടെ ഒന്ന് മുഴുകിയേക്കണേ. ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യും. അസംബ്ലിയിൽ ആന കയറിയത് പോലെ ആയി പോകും നിന്റെ ജീവിതം. ഹായ് ഹായ് ഫിഫി ഡാർലിംഗ്. ഹായ് സുധു ഡാർലിംഗ്. നാളെ ഫിഫിയുടെ ബർത്ത്ഡേ ആണ്. നീ വൈകിട്ട് വീട്ടിലെത്തണം. ബേക്കറി സാധനങ്ങളോ ചിക്കൻ പോർക്കലൈനോ ഡാർലിംഗ്? മെനു അറിഞ്ഞാലേ വരത്തുള്ളൂ ഡാർലിംഗ്. ഒരു ആകാംക്ഷ ഉണ്ട് ചോദിച്ചതാ. എടാ നീ ഫ്രെഡിയെ കണ്ടോ? ജെട്ടിയും ബെന്നിയും വിട്ട് അപായ പലകയുടെ താഴെ ഇരിപ്പുണ്ട് ഫ്രെഡി ഡാർലിംഗ്. ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരും. ഞങ്ങൾ അവിടെ കാണത്തില്ല. അയ്യോ കാണണമെന്നില്ല. ഞാൻ ഡാഡി പട്ടാളത്തിന് വളച്ച് 2 സ്മോൾ അടിച്ച് തിരിച്ചങ്ങ് വീട്ടിൽ പൊക്കോളാം. ഓക്കേ വരേ. റെഡി? തിരയുണ്ട് ഞാനോടാ ലൈഫ് കാർഡ്. ശരിക്കും അത് തന്നെ അറ്റിട്ടോ. ഇവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കണം. പിന്നെ നാളെ രാവിലെ വീട്ടിലെത്തണം ഇവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ഞാനില്ല. അതെന്താ ഞാനില്ലാത്തത്?
ഈ കടപ്പുറം വിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ ഒരു നല്ല ഷർട്ടില്ല. പിന്നല്ലേ നിങ്ങളുടെ ആഷ് പുഷ് പാർട്ടിക്ക് വരുന്നത്? നിന്റെ ഈ വളിച്ച കോംപ്ലക്സ് കളയടാ. സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ലൈഫ് കോഡേ. സത്യം എങ്ങനെ കോംപ്ലക്സ് ആകുന്നത്? നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. ഓടിച്ചു നടക്കാൻ മോട്ടോർ സൈക്കിള്, മാറി മാറി ഇടാൻ നല്ല ഡ്രസ്സുകള്, ഡൈനിങ് ടേബിൾ നിങ്ങളെ കാത്തിരിക്കുന്ന നല്ല ഷാപ്പാട്, ജീവനാംശം കിട്ടിയ മമ്മി ഡാഡി ജാട. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ഈ ലോകത്തിലൊരു പ്രശ്നമുണ്ട്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പോട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, മുറ്റത്തെ കിണറിന് അടപ്പില്ല. മുറ്റത്തെ കിണറിന് അടപ്പില്ല, അത്ര തന്നെ. ഒന്ന് പോവാ. നാളെ രാവിലെ വീട്ടിൽ വരണം. ബൈ. നാളെ എന്താ അവിടെ പ്രത്യേക വല്ല പ്രശ്നമുണ്ടോ? ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു പ്രശ്നം. അതിൽ നീ ഇടപെടണ്ട. അത് പടത്തോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുക. നീ ഇതാ ഇവറ്റകൾ ഉപ്പുവെള്ളം കുടിക്കാതെ സൂക്ഷിച്ചോണം. എന്നെ കൊണ്ടാവില്ലാന്ന് എനിക്കറിയാം. പിന്നെ നേരത്തെ ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിച്ചിരിക്കും. അല്ലാ അല്ലല്ലാ അല്ലാ. ഗുഡ് നൈറ്റും ബൈ ബൈ. ഹലോ മാഡം, ജസ്റ്റ് എ മോമെന്റ്. അങ്ങനെ അങ്ങ് പോയാലോ? ഐ ആം മേജർ ഫ്രാൻസിസ്, പരേതനായ മുടന്തം പട്ടാളക്കാരൻ. സപ്പോസ് ടു ബി യുവർ ഹസ്ബൻഡ്. പരിചയപ്പെടുത്തൽ നീട്ടണമെന്നില്ല. എന്തോ എങ്ങനെ ഇരുന്നു ഈവനിങ് ഗെറ്റ് ടുഗദർ? വല്ലാതെ വേർതിരിക്കുന്നല്ലോ. ഡാൻസ് ചെയ്തതാണ്. തോളോട് തോളുരുമ്മി, മെയ്യോട് മെയ്യുരുമ്മി. കൂടെ ഡാൻസ് ചെയ്തവൻ കൈവെള്ള ചൊറിഞ്ഞോ? ചൊറിഞ്ഞെങ്കിൽ പറ, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ചീപ്പോ എന്താണ് ഈ പറഞ്ഞത്? രാത്രി മുഴുവൻ പാർട്ടി എന്ന് പറഞ്ഞ് കണ്ടവരോടെ കറങ്ങി നടന്നിട്ട് വെള്ളക്കൊടി കാണിച്ചാൽ വെടിവെക്കാൻ പാടില്ല. എനിക്കറിയാമടാ, പട്ടാളക്കാരനായ എന്നെ നിന്നെ പോലൊരു ഡൂക്കിലി സിവിലെ എത്തിക്സ് പഠിപ്പിക്കണ്ട. എന്നെ വെള്ളക്കൊടി കാണിച്ചിട്ട് നീയൊക്കെ എന്നെ വെടിവെച്ചോണ്ടിരിക്കല്ലോടാ. മരിച്ചവനെ വെടിവെച്ചിട്ട് എന്താ കാര്യം? ഉണ്ട കളയാവുന്നല്ലാതെ അല്ലേ മോളെ? ആകാം ആകാം. ആ വരട്ടെ വരട്ടെ. നിനക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ? എന്തോന്ന് സ്റ്റോൺ? മൂത്രത്തിൽ കല്ലുണ്ടോന്ന്? ഞാൻ അരിച്ചു നോക്കിയിട്ടില്ല. അല്ല പിന്നെ എന്നെ കൊണ്ട് പറ്റൂല. അടുക്കളയിലൂടെ ഒറ്റക്കാണ്. അണ്ണാ, നമുക്കിവിടെ ഒരു സർവനെ നിർത്തണം. എനിക്ക് രസം ഉണ്ടാക്കാനേ അറിയൂ. മതി, ഓരോന്നോരോന്നായിട്ട് പഠിക്കണം. ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോ നിന്നെ മധുരയിലെ സീതമാമയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും വേണിയമ്മാൾ ഒരു രസല അമ്മിയാര് കുക്കായിട്ട് മാറിയിരിക്കണം. വേണിയുടെ ഇഡ്ഡലി സാമ്പാർ, തൈര് വട, രസവട, പൊരിയൽ, പൂരി മസാല, വെങ്കായ ഉത്തപ്പം, തൈര് ശർ, ഇത്രയുമായാൽ ഞാൻ ഈ മാംസപീഡനം, അതായത് നോൺ, അങ്ങനെ നിർത്തിയേക്കാം. അയ്യടാ, ഇവിടെ പോറ്റി ഹോട്ടൽ തുടങ്ങാൻ പോണോ സാറുമാര്? നോ, നിന്നെ എനിക്ക് കെട്ടിച്ചു വിടണം. അതിനു മുമ്പ് ഒരു നല്ല അമ്മാളാക്കി എടുക്കണമല്ലോ. അന്ത കാഞ്ചീപുരം ചേല ചുറ്റി. അറിയാവുന്ന പാട്ടുമല്ലോ പാടേ. ഒരയ്യേ സ്വാമിയെ ഞാൻ നോട്ടമിട്ടിട്ടുണ്ട്. അയ്യേ സ്വാമി. കല്യാണ സമയൽ സാദം, കായ്കറികളും പ്രമാദം, അന്ത കൗരവർ പ്രസാദം, ഇതുവേ നമുക്ക് ബോധം. വല്ലഭൻ വല്ലഭായി. അത്ര കടുപ്പിക്കാതെ. വല്ലവന്റെയും ഭായി എന്നാണ് സർ. ഞങ്ങളുടെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ ഒന്നാണ്. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാൾ എന്റെ ഭായി അല്ല. ജപ്പാനിൽ ഈ വിഷയം തൊട്ട് അനുവദിക്കരുത്, വധമാണ്. ഏത് കസേരയിലും കയറിയിരുന്ന അങ്ങ് ഞെളി. അങ്ങനെ ഒരു അസുഖമുണ്ട് സർ. ഒരു സ്മാൾ കഴിക്കാൻ. ജപ്പാനിലെ നാഷണൽ ദേവേട്ടന് സ്മോളോ ലാർജോ? ഒരു സ്മാൾ. അല്ല, ഇതൊന്നും ഇവിടെ വിളമ്പാനുള്ളതല്ല. ഇതൊക്കെ പാക്കാക്കി കൊണ്ടുപോകാം. ഞങ്ങൾ സൗകര്യം പോലെ ചെയ്തോളാം. സമയമാകുമ്പോ വിളിക്കും. ആ പലഹാരത്തിന്റെ ഉദ്ഘാടനം എപ്പോഴാണ്? സ്ഥലം കലയ്ക്ക്. അല്ല, നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്. ഞാൻ എനിക്ക് തോന്നുമ്പോ വരും പോവും. ആ, ഇങ്ങനെ ഒന്നും ഇവിടെ നടക്കണ്ടില്ലേ? ഇതെന്താ മരുഭൂമിയാ ലൈലാമജി കളിക്കാൻ?
വല്ല ബസ് സ്റ്റാൻഡിലോ റോട്ടിലോ പോയിട്ട് പോരത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ. നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യൂ. അത് ഇറക്കില്ല. ഒരു സ്ഥലത്ത് വേഗം പോയിക്കോളാൻ, ഒരു സ്ഥലത്ത് കുറച്ച് വെയിറ്റ് ചെയ്യാൻ. രണ്ടും കൂടി ഒരാൾക്ക് പറ്റൂല. പറ്റണോല് പറ്റണത് നടത്തിക്കോളി. പൊട്ടിപ്പോയി. എടി ഞാൻ ആരാന്നാ നീ വിചാരിച്ചേ? നോക്കി, ഇതെല്ലാം എനിക്ക് വന്ന ലവ് ലെറ്റേഴ്സാ. നിനക്ക് എന്തിനാ എന്റെ ലവ് ലെറ്റേഴ്സ്? വെറുതെ ഒന്ന് കാണാൻ. ഇത് രണ്ടും ഒരേ ദയക്ഷരാണല്ലോ. ഒരാള് തന്നെ എഴുതിയ പിന്നെ ഒരു പോലല്ലേ ഇരിക്കൂ. ആരാണ്? പെട്ടിമോള് തന്നെ എഴുതാ. സാഗിന് വെട്ടാനുള്ള ഒരടവാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിൻ 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 ഓരോന്നായിട്ട് കൊടുക്കും. അയ്യോ, സാഗിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ദാ ഒന്ന് രണ്ടെണ്ണം കൈ വെച്ചോ. വേണ്ട, ആവശ്യമുള്ളപ്പോ പറഞ്ഞാ മതി. നല്ല മണി പോലെ എഴുതരാം. താഴെപ്പോ. സ്വാമിക്ക് നോൺ വെജിറ്റേറിയൻ എതിർപ്പൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും ബ്രാഹ്മണരായിരുന്നെങ്കിലും ഞങ്ങളെ വളർത്തിയത് സ്നേഹനിധിയായ ഒരു നോൺ വെജിറ്റേറിയൻ അല്ലേ ആന്റി. ദേഹിയുടെ കുക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? രസം വെച്ച് കളിക്കുക അവള്. ആന്റിയുടെ നേതൃത്വത്തില് നമുക്ക് അവളെ ശരിയാക്കി എടുക്കണ്ടേ? ഓ ഓ ദാ വന്താച്ചി. ഹാപ്പി ബർത്ത്ഡേ. ചളവാക്കാതെ കുറെ ഡിഗ്നിഫൈഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, ചെക്ക് എ നൈസ് മാൻ. നൈസ് അല്ലേ ആന്റി? ഓ താങ്ക് യു. ഐ ഫിഫി ഡാർലിംഗ്, കട്ട് ദ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ഫിഫി. ഞാൻ ഈ കേക്ക് മുറിക്കത്തില്ല. എന്ത് പറ്റി ഫിഫി? അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഫിലോമിന ഫ്രാൻസിസ് എന്നെ എഴുതണോന്ന്. ദൈവമാരി മറ്റേ വർത്താനം പറയരുത്. 50 രൂപയ്ക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. അയ്യോ, ഭയങ്കര നീളമാ ഫിലോമിന ഫ്രാൻസിസ്. അതിന് വലിയ കേക്ക് വേണ്ടി വരും ഡാർലിംഗ്. എന്നാ തന്നെത്താൻ തിന്നണ്ടാ മതി ഡാർലിംഗ്. ഓക്കെ, 50 രൂപയെ കൊടുത്തുള്ളന്ന് 350 രൂപയുടെ കുപ്പി വാങ്ങി നിർത്തിയിട്ടുണ്ടല്ലോ. ഞാൻ മുറിക്കത്തില്ല മുറിക്കത്തില്ല മുറിക്കത്തില്ല. പോലെ. അയ്യോ, റീത്ത എന്തിയടാ? ആയോ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്? അല്ല, അവൾ ഇരോഷന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കും. അമ്മ അങ്ങനല്ലേ പറഞ്ഞയച്ചത്? തൊലി പൊളിയും കണ്ടോണ്ട് നിന്ന ഞാനൊരു 10 രൂപ ഡെയിലി വേജസ്കാരൻ. അവര് പിള്ളസാന്റെ മോൻ ഹിറോഷൻ നേതാവിന്റെ കാമുകി. അമ്മയല്ലേ ഇല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എവിടെ വരെ പോകും നമുക്ക് കണ്ടറിയാം. നാട് ആ തെങ്ങിന്റെ മൂട്ടി ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ. അവൾക്ക് എന്ത് പറ്റിയാലും ഞാൻ സഹിച്ചു. ഇയാളുടെ കാര്യം നോക്കിയാ മതി. നാടോടുമ്പോ നടുവേ ഓടണം. അത് മഹാമണ്ഡത്തരാണ്. അത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല്. ഇന്നങ്ങനെ ഓടിയാലേ ട്രാഫിക്കിൽ എത്തുമ്പോ അവിടുന്ന് ഓട്ടോറിക്ഷ, ഇവിടുന്ന് മിൽമ വണ്ടി, ബാക്കിൽ നിന്ന് മത്തി ലോറി എല്ലാം കൂടി കയറി കഴിയുമ്പോ ക്ലീൻ ചതഞ്ഞരഞ്ഞ് മരിച്ചിരിക്കും. നിങ്ങൾ അതും ഇതും പറയാതെ ഇപ്പൊ ഈ ഹോട്ടലിന് എന്ത് പരിഷ്കാരം ചെയ്യാൻ പറ്റുമോ അത് പറ. അമ്മാവാ, ഇവിടെ വരുന്ന സായിപ്പന്മാർക്ക് നമ്മുടെ നാടൻ സാധനങ്ങളായ ഇടിയപ്പം, മുട്ടക്കറി, പുട്ട്, കടല, കപ്പ, മീൻകറി, കഞ്ഞിയും പുഴുക്കും അത് പ്ലേറ്റിൽ കൊടുക്കരുത്, ഇലയിൽ കൊടുക്കണം. പച്ച ചേമ്പലയിൽ കൊടുക്കണം, വാട്ടിയ വാഴയിലേക്ക് കൊടുക്കണം. പച്ച ചേമ്പിലേക്ക് കൊടുക്കണം, വാട്ടിയ വാഴയിലേക്ക് കൊടുക്കണം. എന്നിട്ടൊരു പാളത്തൊപ്പിയും തൂമ്പയും കൂടെ സായിപ്പന്മാരുടെ കൈ കൊടുത്താ സായിപ്പ് മദാമയും കൂടി ഇവിടുത്തെ മിച്ചഭൂമി മുഴുവൻ കിളച്ചിട്ടയച്ച് അവർ അടുത്ത പ്ലെയിനിൽ കയറി അങ്ങ് പോവും. ഒന്ന് പോണം ബ്രദർ. അമ്മാവാ, ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം ഗോവൻ ഭക്ഷണമാണ്. ഗോവൻ ദഹി വാല, ഗോവൻ ഗർച്ച പുഡിംഗ്, ചിറാപ്പുഞ്ചി ഫിഷ് മോളി. ഒരസൽ ഗോവൻ കുക്കിനെ എനിക്കറിയാം, മിസ്റ്റർ ഫെലിക്സ് സ്റ്റാനിസ്ലാവസ് ലാബ്രഡോർ. അവന്മാർക്ക് എന്ത് കൊടുക്കണമടാ? അവന്മാരല്ല അമ്മാവാ, ഒരാളാ. സമ്മതിച്ചോ? ഓഹോ, സമ്മതിച്ചോ? അമ്മാവന് സമ്മതിച്ചാൽ ഈ ഹോട്ടൽ പ്രസ്ഥാനമായുള്ള സകല ബന്ധങ്ങളും ഏർപ്പെടുത്തി ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. വേണ്ട ബ്രദർ, അങ്ങോട്ട് മാറിയിരുന്ന് 10 കുഴിയും കുഴിച്ച് ചേമ്പലയും വാഴയിലയും ഇട്ട് അതി കഞ്ഞിയും പുഴുക്കും കോരി ഒഴിച്ച് കുഴിയുടെ അരുവി ഇരുന്നു സായപ്പന്മാര് വന്ന് കോരി കുടിച്ചേച്ച് കാണിക്കേട്ടേച്ച് പോവും. ബിസിനസ് ഐഡിയ. എന്റെ മോൾ റീത്ത എവിടെ ഉണ്ടോ? റീത്ത എവിടെ ഇരിക്കുന്നത്? ജഗതുപിള്ളയുടെ മകൻ ഹിരോഷനുമായിട്ടാ അവള് പോയത്. എന്റെ മോന്റെ കൂടെ ഒന്നുമല്ല, അവന്റെ പുറകെ പോയി കാണും. എന്റെ മോക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ വന്ന് എന്റെ കാല് പിടിച്ചിട്ടാ ഞാൻ കൂടെ അയച്ചത്. ആരെങ്കിലും വന്ന് നിങ്ങളുടെ കാല് പിടിച്ചാൽ മകളെ അവന്റെ കൂടെ വിടുവോ? അനാവശ്യം പറയേ. എന്താ അമ്മായി ഇത്? അമ്മായി അകത്തോട്ട് പോയേ. ടീച്ചർക്ക് എന്താ വേണ്ടത്? എന്താ അമ്മയുടെ പ്രശ്നം? റീത്ത എവിടെ? ഇപ്പൊ പോയില്ലേ? നീ ഇനി അങ്ങോട്ട് വന്നേരെ. നീ എവിടെ പോയിരുന്നടാ? സെക്രട്ടറി റീത്ത് സമർപ്പിക്കാൻ. അപ്പോളേ സംഗതി
അങ്കിൾ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ആ മോളെ, താൻ എന്നെ അങ്കിളെന്ന് വിളിക്കുമ്പോ ഒരു 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 വല്ലാത്ത അകൽച്ച പോലെ. എന്നാ അണ്ണൻ വിളിക്കുന്ന പോലെ ദേവേട്ടാന്ന് വിളിക്കാം. ആ എനിക്കും അതാ ഇഷ്ടം. അമ്മാളെ, എന്റെ രുക്മിണി എന്നെ വിളിച്ചിരുന്നത് അങ്ങനെ. ഈ പാപനാശിനി കടലമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന എന്റെ രുക്മിണി എല്ലാ ഉദയങ്ങളിലും ദേവേട്ട എന്ന് വിളിച്ചാണ് എന്നെ ഉണർത്താറുള്ളത്. എന്നും രാത്രി ഞാൻ അവളോട് സംസാരിക്കും. അമ്മാള് വന്ന കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്നു. അമ്മയുടെ നാമജപം കേൾക്കാനാ സിംഗപ്പൂരിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞ് ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തിയത്. കിണറ്റ് വെള്ളത്തിൽ കുളിച്ച് രാസനാദിപ്പൊടിയും തലയെ തിരുമ്മി നാട് കാണാൻ ഇറങ്ങിയപ്പോ ശകുനം വന്ന പെൺകുട്ടി. ചേട്ടിത്തുണി കൊണ്ടുള്ള പാവാടയും ബ്ലൗസും, വെട്ടുകല്ല് പാകി അവരുടെ വീട്ടുമുറ്റത്ത് വെടിച്ചു കീറിയ നാലുകെട്ടിനെ സാക്ഷി നിർത്തി കശവു സാരി ഉടുപ്പിച്ച് ഞാൻ അവളെ എന്നെ രുക്മിണിയാക്കി. എന്റെ അമ്മാളെ, 8-10 ദിവസം ഈ ബന്ധുവീട്ടിലെ സൽക്കാരം ഉണ്ടല്ലോ, അറിഞ്ഞോളും. ഈ അടപ്രഥമനും ശർക്കര പായസവും ചക്കപ്പായസവും കുടിച്ചു മടുത്തപ്പോ അല്പ പരിഷ്കാര പായസം കുടിക്കാൻ ഞാനും രുക്മിണിയും കൂടെ എത്തിയതാ ഈ കടപ്പുറത്ത്. ഫോട്ടോ എടുപ്പും കടലിലെ കുളിയും ചില്ലറ ബിയറടിയും അതിലവളുടെ പിണക്കവും, അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കളിച്ചും ചിരിച്ചും കുളിച്ചും അവളങ്ങ് പോയി. പാപനാശിനി അമ്മ അവളെ അങ്ങ് കൊണ്ടുപോയി. ശരീരം പോലും കിട്ടില്ല. അതുകൊണ്ട് അവള് മരിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ ഇവിടെ അങ്ങ് കഴിയുക. ഇതാ എനിക്ക് പിടിക്കാത്തത്. അമ്മാളെ, നഷ്ടപ്പെട്ട ഒന്നും കരഞ്ഞാ തിരിച്ചു കിട്ടത്തില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതി ജീവിതം ജീവിച്ചെങ്കിലും തീർക്കുക, അത്രേ ഉള്ളൂ. താൻ ചെല്ലേ, ഞാൻ കുറച്ചു നേരം കൂടെ അവളോട് സംസാരിക്കട്ടെ. ശരി. मम पिताः मम पिताः कृष्णमूर्ति नामः कृष्णमूर्ति नामः श्राद्धः श्राद्धः मम माताः मम माताः शारदाम्बाൾ नामः शारदाम्बाൾ नामः श्राद्धः श्राद्धः. ഇനി അച്ഛനെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പിണ്ണച്ചോറ് അങ്ങോട്ട് കൊണ്ടുവച്ചാട്ടെ. അണ്ണ, അപ്പ, അമ്മ. അപ്പ അമ്മ, മോക്ക് നല്ല ഉടുപ്പ്, അണ്ണന് നല്ല ഉടുപ്പ്, കഴുത്തിലെ മാല, കാതിലെ കമ്മല്, കപ്പലണ്ടി, മുട്ടായി എല്ലാം കൊണ്ടുവരാൻ ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. ഇനി ഇതാ നമ്മുടെ വീട്. കരയില്ലേ? അപ്പാവും അമ്മാവും നേരെ ഇങ്ങോട്ടാ വരിക. മോള് കരയില്ലേ? എന്താ മോളെ? அந்த காஞ்சிபுரம் சேல சுற்றி